ഞാനിന്നിവിടെ വന്നിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണുന്നത്. യു ആർ വ്യൂവിംഗ് ദ വർക്ക് ഷീറ്റ് ആസ് ഷോൺ ബിലോ. അതായത് നമ്മുടെ വർക്ക് ഷീറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഫ് യു നീഡ് ടു വ്യൂ ദ എംപ്ലോയി നെയിം, നമുക്ക് ആ വർക്ക് ഷീറ്റിൽ എന്തൊക്കെയാണ് കാണേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മുടെ ഡാറ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇഫ് യു നീഡ് ടു വ്യൂ ദ എംപ്ലോയി നെയിം ആൻഡ് ദ ഫസ്റ്റ് റോ ഓഫ് ദ വർക്ക് ഷീറ്റ് ആസ് യു സ്ക്രോൾ ത്രൂ ദ ഡാറ്റ വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് എംപ്ലോയി നെയിമും വിസിബിൾ ആയിരിക്കണം, ഫസ്റ്റ് റോയും വിസിബിൾ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ വർക്ക് ഷീറ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് വിസിബിൾ ആയിരിക്കേണ്ടത്? നമ്മുടെ ഫസ്റ്റ് റോ, അതായത് ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ജെൻഡർ എന്നുള്ള ഈ ഫസ്റ്റ് റോയും വിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നെയിംസും എംപ്ലോയി നെയിംസും വിസിബിൾ ആയിരിക്കണം. എപ്പോഴാണ് വിസിബിൾ ആവേണ്ടത്? നമ്മൾ ഡാറ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊന്ന് ജസ്റ്റ് സൂം ചെയ്തിട്ട് ഞാനിതൊന്ന് സ്ക്രോൾ ചെയ്യാൻ പോവാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്യാണ് ആദ്യം. അപ്പോൾ നിങ്ങൾക്കിവിടെ ആ ബ്ലൂ ഹെഡർ കാണുന്നില്ല അല്ലേ? ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് കാണുന്നില്ല. അപ്പോൾ ഒരുപാട് വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നയാൾ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സംഭവം, ഈ ഒരു നമ്പേഴ്സ് ആണെങ്കിൽ അതെന്താണ്, മന്ത്ലി ആണോ ആനുവലി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് നമുക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം, റൈറ്റിലേക്ക് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ നെയിംസ് പോയി അല്ലേ? അതില്ല. അപ്പോൾ അത് രണ്ടും, നെയിംസും വേണം, അതേ സമയത്ത് എന്തും വേണം, ഫസ്റ്റ് റോയും വേണം. അതിനെന്താണ് ചെയ്യുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? അതായത് ഫ്രീസ് പെയിൻ ആണ്. അതായത് ഇത് വ്യൂ ടാബിലാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീസ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. ഫ്രീസ് എ പോർഷൻ ഓഫ് ദ ഷീറ്റ് ടു കീപ്പ് ഇറ്റ് വിസിബിൾ വൈൽ യു സ്ക്രോൾ ത്രൂ ദ റെസ്റ്റ് ഓഫ് ദ ഡാറ്റ. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രീസ് പെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് ഇവിടെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് സെക്കൻഡ് ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീസ് ടോപ്പ് റോ. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടോപ്പ് റോ ആണ്. ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് മതി, സെലക്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. ഇനി ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ജെൻഡർ എന്നുള്ളത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഞാനിതൊന്ന് അൺഫ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ തന്നെ പോവുക, അൺഫ്രീസ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ തേർഡ് ഓപ്ഷനിൽ ഫ്രീസ് ഫസ്റ്റ് കോളം എന്നതാണ്. ഇത് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. റൈറ്റിലേക്ക് ഞാൻ സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഐ ഡി എന്ന് പറയുന്നത് അവിടെ ഫ്രീസായി നിന്നു. അപ്പോൾ ഇന്ന് ഐ ഡി ഉള്ള ആളുടെ സാലറി എന്താണെന്ന് ചോദിക്കുമ്പോൾ വേഗം ഇങ്ങനെ നോക്കിയാൽ മതി അല്ലേ? വളരെ ഈസി അല്ലേ? ഇനി അത് ഞാൻ അൺഫ്രീസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഐ ഡി, അതായത് നമ്മുടെ ഈ ഫസ്റ്റ് റോയും ഈ നെയിം, അതിനാണ് ഞാനിവിടെ കളർ സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഫ്രീസായി നിൽക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് നമുക്ക് അങ്ങനെ കണ്ടീഷൻസ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഫ്രീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സെല്ല് എന്തുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത്? ഞാൻ ഈ ഒരു സെല്ലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയുള്ള കംപ്ലീറ്റ് റോയും ഫ്രീസ് ആവും. കൂടാതെ ഇതിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ഈ കോളവും ഫ്രീസ് ആവും. മനസ്സിലായോ? അതായത് ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെയുള്ള റോയും അതിൻ്റെ ലെഫ്റ്റിലുള്ള കോളവുമാണ് ഫ്രീസ് ആവുക. അപ്പോൾ ഇനി ഏത് കോളവും ഏത് റോയും ഫ്രീസ് ആവണമെന്ന് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കേഴ്സർ കൊണ്ടുപോയി അവിടെ വെച്ചതിന് ശേഷം ഫ്രീസ് പെയിൻ എടുക്കുക, ഫ്രീസ് പെയിൻ കൊടുക്കുക. ഇനി ഞാൻ ചെയ്യുമ്പോൾ കണ്ടോളെ, ഞാൻ സ്ക്രോൾ ചെയ്യാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണ്. നെയിമും ഡിപ്പാർട്ട്മെൻറ്റും ഐ ഡിയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. സിമിലർലി ഞാൻ സൈഡിലേക്ക്, അതായത് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ നെയിംസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഹനയുടെ ആനുവൽ സാലറി ഇത്രയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ടുപിടിക്കാമല്ലോ. വളരെ ഈസി അല്ലേ? ഇതാണ് ഫ്രീസ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.